ഇന്ന് പ്രമേഹം എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വില്ലനാണ്. പലരും ഇന്ന് കാലങ്ങളായിട്ട് അതിന് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം പലരും ചോദിക്കുന്നത് ഈ മരുന്നിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാൻ എന്താണ് ഡോക്ടറെ വഴി? നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ ഈ ഒരു ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും വ്യായാമങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ഒരുപാട് രോഗികൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ഒരു ഷുഗർ ലെവൽ HbA1c ലെവൽ 7, അതേപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയ സമയത്ത് അവർക്ക് 290 300 അടുത്ത് ഫാസ്റ്റിംഗ് ഷുഗർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൊളസ്ട്രോൾ ലെവൽ ഇതേപോലെ തന്നെ റേസ്ഡ് ആണ്, എബവ് ഒരു 250 കാണിക്കുന്നുണ്ടായിരുന്നു, വെയിറ്റും കൂടുതലായിരുന്നു. അപ്പോൾ ആൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല, അതായത് സിംറ്റംസ് ആയിട്ട് തന്നെ ഒന്നും തന്നെ കാണിക്കാറില്ല. ജസ്റ്റ് ഈ ഒരു ഷുഗർ കൊളസ്ട്രോൾ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെതായ ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആ ഒരു പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു സജഷൻസ് എന്ന് പറയുന്നത്, അവർ കുറേ മെഡിസിൻസ് കാണിച്ചു തന്നു. 4-5 വിധം മെഡിസിൻസ് ആ ഒരു പേഷ്യൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു മെയിൻ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മെഡിസിൻസിൻ്റെ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം കുറച്ച് 2-3 ആഴ്ചത്തേക്ക് നിങ്ങളൊന്ന് മാറ്റി വെക്കുക. ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എന്താണ് മരുന്നില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഷുഗറിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ അവർക്കൊരു ഐഡിയ കൊടുത്തു. അപ്പോൾ അവർ അതേപോലെ തന്നെ 2 ആഴ്ച മരുന്നില്ലാതെ നമ്മൾ വെറും ഒരു ഡയറ്റ് പ്ലാൻ മാത്രം അവർക്ക് കൊടുത്തു. അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. എൻ്റെ OPയിൽ വരുന്ന മിക്ക പേഷ്യൻസും ചോദിക്കുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്, എനിക്ക് മരുന്നില്ലാതെ എൻ്റെ ഷുഗർ ലെവൽ എനിക്ക് കൺട്രോൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, അവർക്ക് കാലങ്ങളായിട്ട് ഷുഗർ ഉണ്ട്, വർഷങ്ങളായിട്ട് ഷുഗറും കൊളസ്ട്രോളും ഉണ്ട്, വർഷങ്ങളായിട്ട് അവർ മെഡിസിൻസും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിലൂടെ അവരും 2 ആഴ്ച മാത്രമേ ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവരുടെ ഫാസ്റ്റിംഗ് ഷുഗർ ലെവൽ നല്ല രീതിയിൽ കുറഞ്ഞു വന്നു. ഇപ്പം അവരുടെ ഇനീഷ്യൽ ഷുഗർ ലെവൽ 290 സംതിങ് ഉണ്ടായിരുന്നു. ഡയറ്റ് എടുത്തു, 2 വീക്സ് മെഡിസിൻസ് അവർ കഴിച്ചിട്ടില്ല, വെറും ഡയറ്റ് പ്ലാൻ മാത്രം എടുത്തു. അപ്പോൾ അവരുടെ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിയ സമയത്ത് അത് 100-ന്റെ താഴെ, 150-ൽ താഴെയായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നോർമലായി എന്നല്ല, ഉള്ളതിൽ വെച്ച് നോക്കുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാനിലൂടെ മാത്രമാണ് അവരുടെ ആ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവലും കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഈ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നതിന് പകരം നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ തന്നെയാണ് മിക്ക ആളുകളും ഇന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഷുഗർ ലെവൽ അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന ബുദ്ധിമുട്ടിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പം നമുക്ക് കൊടുക്കേണ്ട ഒരു മെയിൻ സജഷൻസ് എന്ന് പറയുന്നത്, കൂടുതലായിട്ടും മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസിൻ്റെയും ഇൻടേക്കിൽ ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. എസ്പെഷ്യലി മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് മാക്രോ മീൻസ് സംതിങ് ബിഗ് എന്നുള്ള മീനിങ് ആണ്. അതിൽ വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഫൈബേഴ്സ്. ഇതാണ് മെയിൻലി മാക്രോ ന്യൂട്രിയൻസിൽ വരുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അന്നജം, മിക്ക ആളുകളും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ അന്നജം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ചോറ്, ബേക്കറി പലഹാരങ്ങൾ, ഫ്രൂട്ട് ജ്യൂസസുകൾ, ഇതിലെല്ലാം ഷുഗർ ലെവൽ അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുണ്ട്. ഇനി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ മിക്ക ആളുകളും ഹെൽത്തി ഫാറ്റ്സിന് പകരം അൺഹെൽത്തി ഫാറ്റ്സ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വറുത്തു പൊരിച്ച ആഹാരങ്ങളും സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങളും കൂടുതൽ മസാലയും ഓയിലും ഒക്കെ ചേർത്തിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രോട്ടീൻ ഒക്കെ ആണെങ്കിലും പ്രോട്ടീൻ്റെ ഇൻടേക്ക് വളരെ കുറവാണ്. ഈ അൺഹെൽത്തി ഫാറ്റ്സും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും കോമ്പിനേഷൻ ആണ് മിക്ക ആളുകളുടെയും ഡയറ്റിൽ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് നമ്മൾ ഒരു നേരം മാത്രമാക്കി കുറയ്ക്കാൻ ശ്രമിക്കുക. അത് രാത്രി കാലങ്ങൾക്ക് പകരമായിട്ട് ഉച്ചനേരം മാത്രം കഴിക്കുക. റൈസ് കഴിക്കുമ്പം മട്ടയരിയോ കുത്തരിയോ അല്ലെങ്കിൽ ചാമയരിയോ, അതായത് നമ്മൾ തവിട് കളയാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഉമി കളയാത്ത രീതിയിലുള്ള റൈസ് കഴിക്കാൻ ശ്രമിക്കുക. അതും പോർഷൻസ് മാക്സിമം കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗം മാത്രം റൈസ് എടുക്കുക, മറ്റുള്ള 3/4 ഭാഗവും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ധാന്യങ്ങളോ അല്ലെങ്കിൽ ചെറുപയർ, കടല കാര്യങ്ങളോ അല്ലെങ്കിൽ തൈരോ മീനോ
മീനോ മുട്ടയോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പോർഷൻസ് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പം നമ്മുടെ മസിൽസ്, പേശികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻസ്. ഈ മസിൽസിലാണ് നമ്മുടെ ഈ ഒരു ഇൻസുലിൻ റിസപ്റ്റേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ മസിൽസ് ആക്റ്റീവ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുന്ന സമയത്ത് മസിൽസ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവുകയും ഈ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ പെട്ടെന്ന് തന്നെ ഈ ഒരു മസിൽസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഇൻടേക്കിലൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് പരമാവധി കൂട്ടിയെടുക്കുക. അതിൽ വരുന്നതാണ് ധാന്യങ്ങൾ കഴിക്കാവുന്നതാണ്. കടല, ചെറുപയർ, പരിപ്പ് പോലത്തെ ധാന്യങ്ങൾ കഴിക്കാം. മുളപ്പിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വേവിച്ചിട്ട് ഒരു സാലഡിലൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മീൻ, മുട്ട കാര്യങ്ങളൊക്കെ കഴിക്കാം. ചിക്കൻ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് പീസ് കഴിക്കാം. അതും സ്കിൻലെസ് ചിക്കൻ കഴിക്കാൻ ശ്രമിക്കുക. ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പനീർ പോലത്തെ പ്രോട്ടീൻസ് കഴിക്കാവുന്നതാണ്. ദെൻ പാല്, മുട്ട കാര്യങ്ങളൊക്കെ ഒരു ഹെൽത്തി പ്രോട്ടീൻസ് ആയതുകൊണ്ട് തന്നെ അതും ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾ ഹെൽത്തി ഫാറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞിട്ടുള്ള നട്ട്സുകളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഹെൽത്തി ഫാറ്റ്സ് ആണെന്ന് കരുതിയിട്ട് കാഷ്യൂ അധികം എടുക്കരുത്. അത് പെട്ടെന്ന് കൊളസ്ട്രോൾ ലെവൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ നട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക. അതിൽ വാൽനട്ട് കഴിക്കാം, പിസ്ത കഴിക്കാവുന്നതാണ്, ബദാം കഴിക്കാവുന്നതാണ്, ബെറീസ് നന്നായിട്ട് കഴിക്കുക. അതൊക്കെ ഇൻഫ്ലമേഷൻസ്, ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകൾ, വേദനകൾ, സ്വെല്ലിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻസ്, അതായത് ഹെൽത്തി ഫാറ്റ്സ്, പ്രോട്ടീൻസ്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കോമ്പിനേഷൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഫൈബറിന്റെ കേസ് നോക്കുന്ന സമയത്ത് ഫൈബറിന്റെ ഫംഗ്ഷനിങ് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഭക്ഷണത്തിന് അല്ലെങ്കിൽ ദഹനത്തിന് ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫൈബർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ദഹനം കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകളെ കുറയ്ക്കാനും കൊഴുപ്പിനെ അലിയിച്ച് കളയാനൊക്കെ സഹായിക്കുന്നതാണ് ഫൈബർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നാരുകൾ ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ ധാരാളം കഴിക്കുക. പച്ചക്കറികളിലൊക്കെ നിങ്ങൾക്ക് മുരിങ്ങക്കായ കഴിക്കാവുന്നതാണ്, ക്യാരറ്റ് കഴിക്കാം, ബീട്രൂട്ട് കഴിക്കാവുന്നതാണ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ്, ചീര, മുരിങ്ങയില ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി കുറയ്ക്കുക. അതിൽ ഫൈബർ ക്വാളിറ്റി ഇല്ല, പ്രോട്ടീൻസ് ഇല്ല, ഫാറ്റ്സുകളില്ല. കൂടുതലും അന്നജം, കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പം നമ്മൾക്ക് പൊട്ടറ്റോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ, ദെൻ മറ്റുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ ധാരാളം ഈ പറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻടേക്ക് പരമാവധി കുറച്ച് കൊണ്ടുവരിക. അതേപോലെ തന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ പ്രോട്ടീൻ എടുക്കണം എന്ന് പറഞ്ഞു. ഈ പ്രോട്ടീൻ എന്ന കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് 30-30-30 ഈ ഒരു റേഷ്യോ, അതായത് 30 ഗ്രാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക, 30 ഗ്രാം നമ്മൾ ലഞ്ചിന് കഴിക്കുക, 30 ഗ്രാം നമ്മൾ ഡിന്നറിൽ കഴിക്കുക. ഈ ഒരു പാറ്റേൺ ഓഫ് ഈറ്റിംഗ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ യൂറിക് ആസിഡ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി നിങ്ങളെ ഡയറ്റ് പ്ലാൻ, അതായത് മാക്രോ ന്യൂട്രിയൻസിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എക്സസൈസ് പോർഷൻസ് ആണ്. എക്സസൈസ് എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ ബോഡി മൂവ്മെന്റ്സ് ആവശ്യമാണ്. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 13 മിനിറ്റ്സ് അല്ലെങ്കിൽ 35 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ഫോമിലാണ് നമ്മൾ ഗ്ലൂക്കോസിനെ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ രക്തത്തിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസിനെ പെട്ടെന്ന് മസിൽസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു വേ ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മസിൽ മൂവ്മെന്റ്സ് ആണ്. ഈ ഒരു GLUT4, AMPK പോലത്തെ എൻസൈംസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഇൻസുലിൻ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ലെവല് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു എൻസൈംസിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ ഈ മസിൽ മൂവ്മെന്റ്സ് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഒരു നടത്തം നന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ജമ്പിങ് അല്ലെങ്കിൽ ഒരു സ്കിപ്പിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയൊരു നടക്കം, ഒരു ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഈറ്റിംഗ് ടൈം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭക്ഷണത്തിന്റെ സമയം
എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയോ? നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് നല്ല വയറ് നിറച്ച് കഴിക്കുക. അതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ ഡിന്നർ കഴിക്കുമ്പം ബോഡി ഒരു റിവേഴ്സ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡിന്നർ മാക്സിമം അളവ് കുറയ്ക്കുക. ലഞ്ച് ടൈം ആണെങ്കിൽ ഡിന്നറിനെക്കാട്ടും ഒരു 10 മടങ്ങ് കൂടുതൽ എടുക്കുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഈ ലഞ്ചിനെക്കാട്ടും ഒരു സ്റ്റെപ്പ് മുന്നിലേക്കായിട്ട് അല്ലെങ്കിൽ ഒരു അളവ് കൂടുതലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നമ്മളിപ്പോൾ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ വേ ഓഫ് ഈറ്റിംഗ് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ വലുത് ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ അതിൻ്റെ കുറച്ചൊരളവിൽ ലഞ്ച് കഴിക്കുക. പിന്നെ അതിനേക്കാളും കുറച്ചൊരളവിൽ ഡിന്നർ കഴിക്കുക. ഇങ്ങനെ വേ ഓഫ് ഈറ്റിംഗ് നമ്മൾ ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷുഗർ സ്പൈക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പം രാത്രി കാലങ്ങളിൽ അളവ് കുറയ്ക്കുക. ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 1 ഗ്രെയിൻ ഡയറ്റ്. 1 ഗ്രെയിൻ എന്ന് പറയുമ്പം ഒരു നേരം മാത്രം ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ കഴിക്കുക. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള റൈസ് ഒരു നേരം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഇനി 5ാമത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസിന്റെ സപ്പോർട്ട്. നേരത്തെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തണം, എസ്പെഷ്യലി വൈറ്റമിൻസ്. അതിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, ദെൻ മെഗ്നീഷ്യം, സിങ്ക്, സെലീനിയം. ഈ ഡയബറ്റിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, അതായത് വൃക്ക സംബന്ധമായിട്ടും തരിപ്പ് സംബന്ധമായിട്ടും കാഴ്ചക്കുറവിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് റിലേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചാൽ മാത്രം പോരാ, നമ്മളൊരു ന്യൂട്രീഷണൽ സപ്പോർട്ടും വേണം. വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി കോംപ്ലക്സുകളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അത് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ധാന്യങ്ങളോ ചെറുപയറ് കാര്യങ്ങളോ അല്ലെങ്കിൽ മുട്ട, മീൻ കാര്യങ്ങളൊക്കെ കഴിക്കുക. മെഗ്നീഷ്യം നമ്മുടെ മസിൽ ഡെവലപ്മെന്റ്സിന് നല്ലതാണ്, മസിൽ സ്ട്രെങ്തനിങ്ങിനൊക്കെ നല്ലതാണ്. സിങ്ക്, സെലീനിയം പോലത്തെ മൈക്രോ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തുക. സെലീനിയം എന്ന് പറയുമ്പം ഈ ഒരു ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡയബറ്റിക് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൽ കംപ്ലയിൻസിനൊക്കെ സെലീനിയം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. അതിൽ പംകിൻ സീഡ്സ് കഴിക്കാം, സെസമേ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് ഒക്കെ ധാരാളം കഴിക്കുക. അതേപോലെ തന്നെ സിങ്ക് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, എസ്പെഷ്യലി ധാന്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സിങ്ക് അടങ്ങിയിട്ടുള്ളത്, അതും നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചിലർ ചോദിക്കാറുണ്ട്, ഈ മില്ലറ്റ്സ് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മ്യൂസലി പോലത്തെ ധാന്യങ്ങളുടെ കോമ്പിനേഷൻസ് കഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, പക്ഷെ നമ്മളത് പാലിൽ കുതിർത്തിട്ടൊന്നും കഴിക്കരുത്. ഒരു പൗഡർ ഫോം ആക്കിയിട്ടൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒരു സ്നാക്സ് രൂപത്തിലൊക്കെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ജാഗരി, ഹണി, പഞ്ചസാര, ഇതൊക്കെ നമുക്ക് ഒരേപോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കണോ, അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കാറാണ്. പഞ്ചസാര എന്ന സാധനം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നത് എന്ന് പറഞ്ഞാൽ ജാഗരി, അതായത് ശർക്കര, അത് അളവിൽ കൂടാൻ പാടില്ല. ഓൾമോസ്റ്റ് 3ലും ഈക്വൽ കലോറി ആയതുകൊണ്ട് തന്നെ ചില മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു വേരിയേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഒന്ന് ഹെൽത്തി, അതായത് ജാഗരി ഹെൽത്തി ആണെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അളവിൽ കൂടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് സ്നാക്സിന്റെ കൂടെയൊക്കെ ഇപ്പം നമ്മൾ അവിലൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ആയാലും അതിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്, പക്ഷെ അളവിൽ കൂടരുത്. ഹണി ആണെങ്കിൽ നമ്മൾ ഡെയിലി എടുക്കരുത്. 1 ടീസ്പൂൺ ഹണി എന്ന് പറയുമ്പോൾ ഏകദേശം 150 കിലോ കലോറീസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കലോറിഫിക് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി ബേസിസിൽ കഴിക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഹണി കഴിക്കാവുന്നതാണ്. ചിലർക്കൊക്കെ ഉള്ള ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഈ നട്ട്സുകൾ ഹണിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന ശീലങ്ങൾ. ഓൾറെഡി നമ്മളെ നട്ട്സുകളിൽ ഹെൽത്തി ഫാറ്റ്സുകൾ ഉണ്ട്, കൊഴുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹണി എന്ന് പറയുമ്പോൾ ഇതിൽ നല്ലിനം കൊഴുപ്പുകൾ കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഹൈ കലോറിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നട്ട്സുകൾ ഈ ഹണി കോമ്പിനേഷൻസിൽ മിക്സ് ചെയ്യാൻ പാടില്ല. നട്ട്സുകൾ ആ ഒരു ഫ്രീ ഫോമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് ഈറ്റിംഗ് ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നല്ലൊരു ഉറക്കം, സ്ട്രെസ് കൺട്രോൾ ചെയ്യുക, നല്ലൊരു വാട്ടർ ഇൻടേക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷുഗർ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്